ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 43-ാം വയസ്സിലാണ് VS വിവാഹം കഴിച്ചത് ആണോ? അത് 42 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ചേച്ചി എങ്ങനെയാണ് ഈ ചേച്ചീനെ കണ്ടുമുട്ടിയത്? എങ്ങനെ ആരായിട്ടാണ് ഈ കല്യാണക്കാര്യം ആലോചിച്ചത്? ഞാൻ അരൂരുമൊക്കെ പോകുമ്പോൾ പാർട്ടിയുടെ ജനറൽ ബോഡി യോഗങ്ങളിലും പൊതുയോഗങ്ങളിലുമൊക്കെ ഇവർ വരാറുണ്ട്. അങ്ങനെ കാണുകയും പല പ്രാവശ്യമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനിടയായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ CG സദാശിവൻ, എൻ്റെ മറ്റൊരു സ്നേഹിതനായ TK രാമൻ, ഇതേപോലുള്ള ആളുകളുടെ ഒരു പ്രപ്പോസലായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ N ശ്രീധരനുമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ ശ്രീധരനും ഇവരെല്ലാം എന്നോട് പറഞ്ഞു. അപ്പം ഞാനാകട്ടെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ അവിവാഹിതരായി കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പോകുന്നത്. R സുഗതൻ, C കണ്ണൻ, ഇതേപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിവാഹിതരായിരുന്നില്ല മരണം വരെ. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ജയിലും ഒളിവ് ജീവിതവും കഷ്ടപ്പാടുകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിവാഹം നടത്തി ആ വിവാഹത്തിൻ്റെ പങ്കാളിയായി വരുന്ന ആളെ കൂടെ ഈ ദുരിതം വലിച്ചു വെക്കണ്ട എന്നുള്ള നിലയിലുള്ള ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സാറ് മറ്റേ R സുഗതനെ കാണാൻ വേണ്ടി പോയി. അപ്പം അദ്ദേഹം വളരെ എന്താ ഈ പറഞ്ഞതുപോലെ ആകെ അവശനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോലും അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ വേറൊരാളുടെ സഹായത്തിലാണ് അദ്ദേഹത്തിന് മൂത്രം ഒഴിപ്പിക്കാൻ വരെ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇത്ര അച്ഛന് തോന്നിയെന്ന് ഒരു കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ കിട്ടിയിട്ടുള്ള ആളാണ്, ഇനിയും നമുക്കിതൊക്കെ കിട്ടുമോ കിട്ടില്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള, അങ്ങനെയാണ് വിവാഹത്തെ പറ്റി ആലോചിച്ചത് എന്നാൽ നേരാണോ? അതൊരു സത്യമാണ്. അപ്പോൾ ചേച്ചീനെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിലും. അതെ, അത് ഭാര്യമാർ സൗഹൃദമായിട്ട് രോഗിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണോ സുഖത്തിന് വിധേയമാകുന്നത് അവരെ ശുശ്രൂഷിക്കുമല്ലോ പരസ്പരം. തീർച്ചയായും.